വെൽക്കം ടു റോബോട്ട് വാല എഞ്ചിനീയർ. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയത് ഹോം ടാബ് ആണ്. സോ അതിനുശേഷം നമുക്ക് മോഡലിംഗ് വരുന്നുണ്ട്, അതുപോലെ സിമുലേഷൻ ടാബ് വരുന്നുണ്ട്. സോ ഇത് ഈ രണ്ട് ടാബും നമ്മളിത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ടാബ് അല്ല. കറൻ്റ് ഫോർ പ്രോഗ്രാമിംഗ് പർപ്പസ് നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കില്ല. ഇത് ശരിക്കും നിങ്ങൾക്കൊരു മോഡലിംഗ് പർപ്പസിനാണ് ഉപയോഗിക്കുക. സോ കറൻ്റ്ലി ഇതെല്ലാം എനിക്ക് അൺഅവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ പ്രീമിയം വെർഷൻ ഉണ്ടെങ്കിൽ, ലൈസൻസ് വെർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ പാർട്ട് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാനും എല്ലാം ഇത് ഉപകരിക്കും. സോ സിമുലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ റോബോട്ടിന്റെ മൂവ്മെന്റ് സിമുലേറ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾ ഓൾറെഡി റോബോട്ടിനെ പ്രോഗ്രാം എല്ലാം ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇത് വർക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ടാബാണ് സിമുലേഷൻ. സോ പ്ലേ ചെയ്യാം, അതുപോലെ ഇതിന്റെ IOs നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം ഇവിടെ, അതുപോലെ TCP മൂവ്മെന്റ് എല്ലാം നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന ടൈമിൽ നമുക്കിത് കാണിച്ചാലേ ഞങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ ആ ഒരു ടൈമിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ അടുത്ത് നമ്മൾ കടക്കുന്നത് കൺട്രോളർ ടാബിലോട്ടാണ്. ഓക്കെ, സോ കൺട്രോളർ ടാബിലോട്ട് കടക്കുന്നു. കൺട്രോളർ ടാബിലോട്ട് കടക്കുമ്പോൾ തന്നെ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിനുശേഷം ഈ സൈഡ് വിൻഡോയിൽ വന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ 1-2 ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിന്റെ പേര്. സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ അതിനുശേഷം ഹോം, കോൺഫിഗറേഷൻ, ഈവൻ ലോഗ്, IO സിസ്റ്റം, റാപ്പിഡ്. സോ ഈ 4 അല്ലെങ്കിൽ 5 ഓപ്ഷൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഹോം ഫയലിലാണ് നിങ്ങളുടെ റോബോട്ടിന്റെ യൂസർ ഫയല് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഹോം എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ IO അല്ലെങ്കിൽ പ്രൊഫിനെറ്റ്, അതുപോലെ തന്നെ ഡിവൈസ് നെറ്റ് എല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ GSDML ഫയല് എന്നെല്ലാം പറഞ്ഞ കുറച്ച് ഫയൽസ് ഉണ്ട്. സോ അതെല്ലാം ഈ ഒരു ഹോമിലാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇതിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ഫോൾഡർ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് കോൺഫിഗറേഷൻ. സോ റോബോട്ടിന്റെ എല്ലാ കോൺഫിഗറേഷൻ റിലേറ്റഡ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ടാബിലാണ് അവൈലബിൾ ആയിരിക്കുക. സോ അതിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബിലോട്ട് അത് ഓട്ടോമാറ്റിക്കലി പോകും. സോ ഇവിടെ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ, കണക്റ്റഡ് സർവീസസ്, DNS ക്ലയന്റ്, അല്ലെങ്കിൽ IP സെറ്റിംഗ്, അതായത് നിങ്ങളുടെ റോബോട്ടിന്റെ IP സെറ്റിംഗ്, അതുപോലെ ട്രാൻസ്മിഷൻ, ഏത് സീരിയൽ പോർട്ടാണ്, റിമോട്ട് അഡ്രസ് എന്താണ്, ഇതെല്ലാം ഇതിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക. കൺട്രോളറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ കണ്ടീഷൻ റിസെറ്റ്, ഇതെല്ലാം റോബോട്ടിന്റെ ഫീച്ചേഴ്സ് ആട്ടോ. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇതിനൊക്കെ യൂസേജ് ഉള്ളൂ. സോ ഇതിലും നമ്മൾ പലതും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇവന്റ് റൂട്ടീൻ. സോ ഇവന്റ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് പോലെ, അതായത് റോബോട്ടിന് തീരുമാനിക്കാം ആ ഒരു റൂട്ടീൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഓക്കെ, സോ ഇവന്റ് റൂട്ടീന്റെ സെപ്പറേറ്റ് ഒരു പാർട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവന്റ് റൂട്ടീന്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെയാണ് കിട്ടുക. ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവന്റ് റൂട്ടീൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടാസ്ക്. നമ്മൾ നേരത്തെ കണ്ട പോലെ ടാസ്കിലോട്ട് പോകുന്നു. സോ ഓൾറെഡി ഇവിടെ TROB1 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പുതിയ ടാസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ന്യൂ ടാസ്കിലോട്ട്. ഓക്കെ, സോ ഇതിന്റെ എല്ലാ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺട്രോളർ എന്ന് പറയുന്ന ഈ ഒരു ടാബിലാണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഇതെല്ലാമാണ് റോബോട്ടിന്റെ കറന്റ്ലി എൻ്റെ റോബോട്ടിലുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അടുത്തത് IO സിസ്റ്റം. സോ ഇവിടെ പോയാലാണ് നിങ്ങൾക്കൊരു IO ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനോ എല്ലാം സാധിക്കുക. അതായത് IO എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇവിടെ പോയ ഒരു സിഗ്നൽ നിങ്ങൾക്ക് PLC എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ ന്യൂ സിഗ്നൽ എന്ന് പറഞ്ഞ ടാബിൽ ന്യൂ സിഗ്നലോട്ട് പോവുക. നിങ്ങളുടെ DO ആണോ അല്ല DI ആണോ എന്നെല്ലാം നിങ്ങളുടെ പേര് കൊടുക്കുക. സിഗ്നൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഇത് അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ ഗ്രൂപ്പ് ആണോ എന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഏത് ഡിവൈസിലോട്ടാണ്, അതായത് നിങ്ങൾക്കൊരു IO കാർഡ് ഉണ്ടെങ്കിൽ ആ ഒരു IO കാർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഡിവൈസ് മാപ്പിംഗ് എന്ന് പറയുന്നത് കാണും. അതായത് ഏത് പോർട്ടിലാണ് എൻ്റെ ആ സിഗ്നലിന്റെ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, ഏത് പോർട്ടാണ് ട്രിഗർ ചെയ്യേണ്ടത് എന്നാണ് ഡിവൈസ് മാപ്പിംഗ്. അക്കോർഡിംഗ് ടു യുവർ വിഷ് അല്ലെങ്കിൽ PLCയുടെ ഗൈഡൻസിൽ നിങ്ങൾ പോർട്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുള്ളതാണ് ഇതിന്റെ SS ലെവല്. അതായത് നിങ്ങൾക്ക് കാണാൻ മാത്രമാണോ പറ്റുക, അത് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് സിമുലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിന് ഇത് സിമുലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് SS ചെയ്യാൻ പാടില്ലെങ്കിൽ നിങ്ങൾ റീഡ് ഓൺലി കൊടുക്കുക. ഓക്കെ, ഓക്കെ പ്രസ് ചെയ്ത് നിങ്ങൾ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ക്രിയേറ്റ് ആവും. ഓക്കെ, സോ നമുക്ക് ഇതെല്ലാം പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് നോക്കാം.
സോ അടുത്തത് മാൻ മെഷീൻ, അതായത് നിങ്ങളുടെ റോബോട്ട് വാമിങ് സ്റ്റാർട്ട്, ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യില്ല. മോഷൻ ഇതും ഉണ്ട്. ഇതും നിങ്ങൾക്ക് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക ഫ്ലെക്സ് പെൻഡന്റിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ആക്സിസ് ആഡ് ചെയ്യണമെങ്കിൽ അത്, അതുപോലെ ഡ്രൈവ് യൂണിറ്റിന്റെ ഫീച്ചേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാബ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു ടാബാണ് ആസ് എ പ്രോഗ്രാമർ. ഓക്കെ, പക്ഷെ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് പ്രൊസീജിയർ, ഇതും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ടാബാണ്. ഓക്കെ, സോ അടുത്തത് ഈവൻ ലോഗ്. ഈവൻ ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോട്ടിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, അതായത് മോട്ടോർ ഓൺ ആണോ, മോട്ടോർ ഓഫ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അതെല്ലാം ലഭിക്കുന്ന, അല്ലെങ്കിൽ റോബോട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ടിലോട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ആണ് ഈ ഈവൻ ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് പെൻഡന്റിലും ഉണ്ട് ഒരു ഈവൻ ലോഗ്. നമുക്ക് ആ ഒരു സമയത്ത് പ്ലസ് പെൻഡന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇപ്പൊ ഞാനത് ചെയ്തപ്പോൾ പ്രോഗ്രാം ലോഡഡ് മോട്ടോർ ഓൺ സ്റ്റേറ്റ് ആണ്, മോട്ടോർ ഓഫ് ആണോ, ഓട്ടോമാറ്റിക് മോഡാണോ, അതോ മാനുവൽ മോഡാണോ. സോ ഞാനിപ്പോൾ കറന്റ് ഇത് മാനുവൽ മോഡിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മാനുവൽ മോഡ് സെലക്റ്റഡ്. സോ റോബോട്ടിന്റെ എല്ലാ ഇന്റേണൽ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം. ഓക്കെ, അടുത്തത് IO സിസ്റ്റം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ സിഗ്നൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ടേൺ ഓണും ടേൺ ഓഫും ചെയ്യാൻ പറ്റും. ഓക്കെ, കറന്റ് ഞാനിത് ഇപ്പൊ സിഗ്നൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സിഗ്നൽ കാണാത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് റാപ്പിഡ്. റാപ്പിഡിലാണ് നിങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ റാപ്പിഡ് തുറന്നാൽ ടാസ്ക് കാണാം. ടാസ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ കാണാം. ആ മൊഡ്യൂളിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് പ്രോഗ്രാംസ് കാണാൻ പറ്റുക. സോ രണ്ട് ടൈപ്പ് മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്, ഒന്ന് പ്രോഗ്രാം മൊഡ്യൂളും സിസ്റ്റം മൊഡ്യൂളും. ഓക്കെ, സോ നമ്മുടെ മെയിൻ മോഷൻ പ്രോഗ്രാംസ് എല്ലാം പ്രോഗ്രാം മൊഡ്യൂൾസിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇവിടെയാണ് ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ റുട്ടീൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ മേലത്തെ ടാബിലോട്ട് വന്ന ആഡ് കൺട്രോളർ, ഞാൻ പറഞ്ഞു നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഷോപ്പ് ഫ്ലോറിൽ കൺട്രോളർ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബിലോട്ട് വരാം. അതിനുശേഷം കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം റിക്വസ്റ്റ് റൈറ്റ് എസസ് കൊടുക്കുക. നിങ്ങളുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തതിന് ശേഷം റിലീസ് റൈറ്റ് എസസ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങളുടെ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസ്റ്റാർട്ട് കൊടുക്കാം. അതുപോലെ ബാക്കപ്പ്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ കറണ്ട് കൺട്രോളറിൻ്റെ എല്ലാ ഫയൽസും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. ബാക്കപ്പിൽ പോവുക, ക്രിയേറ്റ് ബാക്കപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയിം കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട് ട്രയൽ. എൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് ബാക്കപ്പ് എടുക്കുന്നു. അതിനുശേഷം കമ്പ്യൂട്ടറിലെ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ബാക്കപ്പ് സെറ്റപ്പ് റെഡി, ബാക്കപ്പ് ഫിനിഷ്ഡ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഫയൽ എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റും. സോ നമ്മൾ നേരത്തെ കണ്ട സെയിം ഇവന്റ് ഫീച്ചർ ആണ് ഇവിടെ എൻ്റെ റോബോട്ടിൽ ഉണ്ടാകുന്ന. കണ്ടോ, ബാക്കപ്പ് ഞാൻ എടുത്തപ്പോൾ ബാക്കപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ് കണ്ടു. സോ അതിനുശേഷം വരുന്നതാണ് ഫ്ലെക്സ് പെൻഡന്റ്. ഫ്ലെക്സ് പെൻഡന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോളറിൻ്റെ ഫ്ലെക്സ് പെൻഡന്റിൻ്റെ ഒരു വിർച്വൽ മോഡ് നമുക്ക് ഇവിടെ ഓപ്പൺ ആവും. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റോബോട്ട് ജോഗ് ചെയ്യുക. ഓക്കെ, സോ കൺട്രോളറിൽ പോവുക, ഫ്ലെക്സ് പെൻഡന്റ് ഇവിടെ ഉണ്ട്. നിങ്ങളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. സോ ഇതിൽ നമുക്ക് റോബോട്ടിന്റെ ബാക്കി കൺട്രോൾസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം എനിക്കിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. എൻ്റെ റോബോട്ടിലെ എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും കണ്ടോ, IO സിസ്റ്റം സെലക്ട് ചെയ്തുകൊണ്ടോ ഇവിടെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അത് നമുക്ക് ടേൺ ഓൺ ചെയ്യാം, ഓഫ് എല്ലാം ചെയ്യാം. ഓക്കെ, സോ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് എൻ്റെ റോബോട്ടിലെ എനിക്കിപ്പോൾ വെയിൽസ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ അത് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, നമ്മുടെ ഫോണിലുള്ള ഉള്ള ഫീച്ചേഴ്സ് പോലെ റോബോട്ടിലും നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. വെയിൽസ് ഓൺ, സൂപ്പർവിഷൻ, ആക്യുറസി, അബ്സല്യൂട്ട് ആക്യുറസി, ഇതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. കോൺഫിഗറേഷനിൽ കൂടെ ഇതേ സെയിം കോൺഫിഗറേഷൻ ആണ് ഇവിടെ കണ്ടത്. കോൺഫിഗറേഷനും കണ്ടോ, അതേ സെയിം ആണ് ഇവിടെയും നിങ്ങൾക്ക് സെയിം ഓപ്ഷൻസ് ലഭിക്കുന്നത്. ഇനി എൻ്റെ ഈ റോബോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ IOs എല്ലാതും എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ സേവ് കൊടുക്കുക. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് എന്താണ് എൻ്റെ സേവ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഫയലായിട്ട്. ഓക്കെ, സോ IO സിസ്റ്റം കൊടുത്താൽ എൻ്റെ EIO ഫയൽ സേവ് ആകും. ഓക്കെ, സോ എനിക്കിനി ലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓൾറെഡി ഒരു ഇൻബിൽഡ് IO ഫയൽ ഉണ്ടെങ്കിൽ എനിക്കിതിവിടെ ലോഡ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ,
സോ പ്രോപ്പർട്ടീസിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ട്രയൽ 1 2 എന്നല്ല കൊടുത്തത്. സോ എനിക്ക് വേറെ നെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം. റോബോട്ട് 1 2 എന്ന് കൊടുത്താൽ എൻ്റെ ഈ ട്രയൽ 1 2 എന്ന് മാറി അത് റോബോട്ട് 1 2 എന്നാവും. ഓക്കെ, കണ്ടോ ഇവിടെ മാറിയത് റോബോട്ട് 1 2 എന്നായി. ഓക്കെ, അത് റീസ്റ്റാർട്ട് ആയതുകൊണ്ട് കണ്ടോ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ടോ. ഓക്കെ, സോ അടുത്തത് ഓപ്പറേറ്റിംഗ് മോഡാണ്. ഓപ്പറേറ്റിംഗ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കറണ്ട് റോബോട്ട് ഓട്ടോയിലാണോ മാനുവൽ ഫുൾ സ്പീഡിലാണോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ ഓട്ടോയിലാണ് ഇടുക. സോ ഈ സമയത്ത് നമുക്ക് പ്രോഗ്രാം ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളത് മാനുവലിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലിലോട്ട് മാറും. മാനുവൽ ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോ മോഡിലെ സ്പീഡിൽ നമുക്ക് മാനുവലി റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, മാനുവൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവായിരിക്കും, ടീച്ചിങ് പർപ്പസിനായിരിക്കും ഉപയോഗിക്കുക. സോ എനബിൾ ഡിവൈസ് എന്ന് പറയുന്നത് റോബോട്ടിലെ ഡെഡ് മാൻ സ്വിച്ച് ആണ്. ഡെഡ് മാൻ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാനുവൽ മോഡിൽ റോബോട്ടിന്റെ മോട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റുക, ഓൺ ചെയ്യാൻ പറ്റുക. അതിനുശേഷം എമർജൻസി സ്റ്റോപ്പ് ആണ്. ഓക്കെ ഓക്കെ, സോ ഇത്രയാണ് ഈ കൺട്രോളർ ടാബിലെ മെയിൻ ഓപ്ഷൻസ് വരുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് റാപ്പിഡും ആഡിൻസ് എങ്ങനെ ചെയ്യാം എന്നെല്ലാം വിശദീകരിക്കും. ഓക്കെ, താങ്ക് യു.